ഡോക്ടർ, ഇതിപ്പോൾ ഈ കോട്ടക്കടവ് TMH ആശുപത്രിയിലെ RMO ആയി പത്തനംതിട്ട തിരുവല്ല സ്വദേശി അബു എബ്രഹാം എന്ന ലൂക്ക് എന്ന 36 വയസ്സുകാരൻ കഴിഞ്ഞ 5 വർഷമായി ആ സ്ഥാപനത്തിൻ്റെ ഭാഗമാണ്. ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. ഈ MBBS പഠനം പൂർത്തിയാക്കിയ ശേഷം അത് കൃത്യമായിട്ടൊരു ഔദ്യോഗിക രേഖ അയാളുടെ കയ്യിൽ ഉണ്ടാകണം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമാണല്ലോ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുക. 5 വർഷം ഈ ബിരുദം പൂർത്തിയാക്കാതെ ഒരു വ്യാജ ഡോക്ടറായി ഈ സ്ഥാപനത്തിനൊപ്പം നിൽക്കാൻ എങ്ങനെ കഴിഞ്ഞു? അത് മനസ്സിലാക്കാനും തിരുത്താനുമുള്ള ഒരു സംവിധാനം നമ്മുടെ ഈ ഹോൾ സിസ്റ്റത്തിൻ്റെ ഭാഗമായി ഇല്ലേ? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടാവുക? സത്യം പറഞ്ഞാൽ കേരള സമൂഹത്തെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ഈ കോട്ടക്കടവ് ആശുപത്രിയിൽ നടന്ന ഈ ഒരു മരണം. നമ്മൾ അറിയേണ്ടത് മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്ര രംഗത്ത് പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ രോഗികളെ പരിശോധിക്കുക, ചികിത്സിക്കുക എന്നതിന് അടിസ്ഥാന ബിരുദം MBBS ആണ്. MBBS പാസ്സായി കഴിഞ്ഞാൽ സംസ്ഥാന മെഡിക്കൽ കൗൺസിൽ അതല്ലെങ്കിൽ ദേശീയ മെഡിക്കൽ കൗൺസിൽ രജിസ്റ്റർ ചെയ്ത് കിട്ടുന്ന ഒരു രജിസ്ട്രേഷൻ നമ്പർ വെച്ചാണ് ഞങ്ങൾ ഡോക്ടർമാർ അവരുടെ ഡിഗ്രിയുടെ കൂടെ ആ നമ്പർ വെച്ചാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ രോഗി ചികിത്സ അല്ലെങ്കിൽ പരിശോധന നടത്തേണ്ടത്. അത് നിലവിലുള്ള ഒരു നിയമം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ക്ലോസ് അല്ലെങ്കിൽ ഒരു നിബന്ധന തന്നെയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ പലപ്പോഴും പല സ്ഥാപനങ്ങളിലും ജോലി ചെയ്യാൻ വരുന്ന ഡോക്ടർമാരുടെ യോഗ്യത, അടിസ്ഥാന യോഗ്യത, അവരുടെ രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ അവർ വച്ചിരിക്കുന്ന ഡിഗ്രികളുടെ അതിൻ്റെ വിശ്വാസ്യത, അല്ലെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ വ്യാജമാണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം വ്യാപകമായി നിലവിലുള്ള എന്നതാണ് ഒരു ദുഃഖസത്യം. സത്യം പറഞ്ഞാൽ സർക്കാരും മറ്റ് മെഡിക്കൽ കൗൺസിലും ഒത്തൊരുമിച്ച് അതുപോലെ ആരോഗ്യരംഗത്തെ മറ്റ് സംഘടനകളുമായിട്ട് സഹകരിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഏതൊരു സ്ഥാപനത്തിലും ജോലി ചെയ്യാൻ എത്തുന്ന ഒരു ഡോക്ടർ എന്ന് അവകാശപ്പെടുന്ന ഒരാൾ, അയാൾക്കുണ്ടാവേണ്ട അടിസ്ഥാന യോഗ്യതയ്ക്ക് തക്കതായ അതിന് സപ്പോർട്ട് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾ ഉണ്ടോ, അദ്ദേഹത്തിന് ഈ പ്രാക്ടീസ് നടത്താനുള്ള സംസ്ഥാന മെഡിക്കൽ കൗൺസിൽ അല്ലെങ്കിൽ മറ്റ് മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ അത്ര യോഗ്യതകളുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് അതാത് സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ അതാത് മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ അധികാരികളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് ചെയ്യാത്തിടത്തോളം കാലം ഇത്തരം ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഇനിയും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള സംവിധാനം എങ്ങനെ നിലവിൽ വരാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം സത്യം പറഞ്ഞാൽ ഈ മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ നൽകുന്നത് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലാണ്, അതായത് സംസ്ഥാന മെഡിക്കൽ കൗൺസിലാണ്. ആ മെഡിക്കൽ കൗൺസിൽ എടുക്കുന്ന നമ്പർ എവിടെ ഡിസ്പ്ലേ ചെയ്താലും ആർക്കും ആ നമ്പർ എടുത്ത് അത് ശരിയാണോ അല്ലെങ്കിൽ വ്യാജമാണോ സത്യമാണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം. അല്ല ഡോക്ടർ ശശിധരൻ, അതിനുള്ളൊരു സംവിധാനം സർക്കാർ തലത്തിൽ തന്നെ നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നു. സംസ്ഥാന മെഡിക്കൽ കൗൺസിലിനോട് ഈ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകണം. അതായത് പൊതുസമൂഹത്തിൽ പൊതുജനങ്ങൾക്ക് കൂടി ഇവർ ഒരു അക്രഡിറ്റഡ് പ്രാക്ടീഷണേഴ്സ് ആണോ, മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആണോ എന്ന് തിരിച്ചറിയാൻ അവർക്ക് മെഡിക്കൽ കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ ഇവരെക്കുറിച്ചിട്ടുള്ള മുഴുവൻ പേര് വിവരങ്ങളും പ്രസിദ്ധീകരിക്കണം എന്ന നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുണ്ട്. പക്ഷെ അത് പ്രാവർത്തികമായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണ്. എന്താ വെച്ചാൽ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഇതേവരെ അത് പൂർണ്ണമായ രീതിയിൽ അത്തരം ഒരു പൂർണ്ണമായ ലിസ്റ്റ് അല്ലെങ്കിൽ തെറ്റുകൾ തിരുത്തിയ ഇപ്പം നിലവിൽ മെഡിക്കൽ കൗൺസിൽ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ലഭിക്കാവുന്ന ലിസ്റ്റിൽ തികച്ചും അപൂർണമാണ്. അതിലൊരുപാട് പോരായ്മകളുണ്ട്. ആ പോരായ്മകളൊക്കെ തിരുത്തി കൃത്യമായും അല്ലെങ്കിൽ ഇന്നേ വരെയുള്ള എല്ലാ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിൻ്റെ പേരും അഡ്രസ്സും കോൺടാക്റ്റ് ഡീറ്റെയിൽസും അതുകൂടാതെ അവർക്ക് അസൈൻ ചെയ്തിരിക്കുന്ന മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ നമ്പറും നൽകേണ്ട ബാധ്യത സംസ്ഥാന മെഡിക്കൽ കൗൺസിലിനും മറ്റ് മെഡിക്കൽ കൗൺസിലുകൾക്കും സംസ്ഥാന സർക്കാരിനുമുണ്ട്. അത് പൂർണ്ണമായും നിറവേറ്റപ്പെട്ടിട്ടില്ല എന്നുള്ള വാസ്തവമാണ്. അതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഏത് സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഏതൊരു സ്ഥലത്തൊരു ഡോക്ടർ പ്രാക്ടീസ് ചെയ്യുമ്പോഴും മെഡിക്കൽ കൗൺസിൽ ഗൈഡ് ലൈൻസ്, അതായത് എത്തിക്കൽ പ്രാക്ടീസിനെ സംബന്ധിച്ച് ദേശീയ മെഡിക്കൽ കൗൺസിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഗൈഡ് ലൈൻസിൽ പറയുന്നത് ഏതൊരു ഡോക്ടറും പ്രാക്ടീസ് ചെയ്യുമ്പോൾ
അദ്ദേഹത്തിൻ്റെ ക്ലിനിക്ക് അല്ലെങ്കിൽ ബോർഡിൽ, ക്ലിനിക്കിലുള്ള ബോർഡിൽ, അതല്ലെങ്കിൽ ഹോസ്പിറ്റൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവിടെയുള്ള ബോർഡിൽ, അതുകൂടാതെ അദ്ദേഹം പരിശോധന നടത്തി ചികിത്സ നിർദ്ദേശിക്കാൻ ഉപയോഗിക്കുന്ന പ്രിസ്ക്രിപ്ഷൻ പാഡിൽ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സീലിൽ, അതുകൂടാതെ അദ്ദേഹം എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ അതിൻ്റെ കൂടെ നൽകുന്ന വിവരങ്ങളിൽ, ഇതിലൊക്കെ നിർബന്ധമായി ഉണ്ടാകേണ്ട ഒരു സംഗതിയാണ് മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ നമ്പർ. ആ മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ നമ്പർ വന്നു കഴിഞ്ഞാൽ അതെടുത്തിട്ട് അത് സത്യമാണോ വ്യാജമാണോ എന്ന് പരിശോധിക്കാൻ ഏതൊരു പൗരനും സാധിക്കാവുന്നൊരു സിസ്റ്റം ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നിലവിൽ വരണം. ഇന്ന് എനിക്ക് തോന്നുന്നു RTI നിയമപ്രകാരം അപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സാങ്കത്യം മനസ്സിലാക്കാനുള്ള സംവിധാനം നിലവിലുണ്ട്. പല സ്ഥലത്തും അത് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അവിടെ നടക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മിക്ക സ്ഥലത്തും ഇപ്പോൾ ആശുപത്രികളിൽ തന്നെ വലിയ പ്രിസ്ക്രിപ്ഷൻ പാഡുകൾ കാണും, ഒരുപാട് ഡോക്ടർമാരുടെ പേരുകൾ കാണും, അവരുടെ ക്വാളിഫിക്കേഷൻ കാണും. പക്ഷേ പല സ്ഥലത്തും കാണാതിരിക്കുന്നത് അവരുടെ മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ നമ്പറാണ്. അതാണ് ഒരു ഡോക്ടറുടെ പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള യോഗ്യത നിശ്ചയിക്കുന്ന സംവിധാനം. അത് ശരിയായ രീതിയിൽ വ്യക്തമായും പ്രദർശിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഞങ്ങൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പല അവസരങ്ങളിലും പല യോഗങ്ങളിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ ശരി, ഞാൻ താങ്കളിലേക്ക് വരാം.